I would like to ask Donangal ഉണ്ടെന്നൊന്നും. I would ask Donangal to pray for the meeting, and let's start with a word of prayer. Donangal. Hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യായാമത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പിതാവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിങ്ങൾക്ക് ഹല്ലേലൂയ, ചില നാളുകൾക്ക് ശേഷം ഈ ഓൺലൈൻ വൈപ്പിയായി കടന്നു വരുവാൻ ദൈവം സഹായിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, പകൽ സമയത്തെ ഞങ്ങളുടെ ജോലിക്ക് ശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ കൂടിയൊരുവാൻ ദൈവം ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അടിയങ്ങളെ കാത്തു പരിപാലിച്ച ദൈവയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തെ അടിയങ്ങൾ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. യഹോവ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം, എല്ലാ നന്മകൾക്കായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ, എത്രയോ അനർത്ഥങ്ങൾ, ആപത്തുകൾ, ദൈവമേ, ഹല്ലേലൂയ, കർത്താവെ, മരണങ്ങൾ, വേർപാടുകൾ ഒക്കെ ഞങ്ങളുടെ മുൻപിൽ കണ്ട് കർത്താവെ, എന്നാൽ അതിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് ക്ഷേമത്തോടെ ഞങ്ങളെ പരിപാലിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അടിയങ്ങളെ സൂക്ഷിച്ച് അവിടുത്തെ വലിയൊരു കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അതിഥിയായ അടിയങ്ങളോട് കൂടെ ആയിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തന്നിൽ നിന്ന് വിലപ്പെട്ട വചനങ്ങളെ കേൾക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അടിയങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാനും അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെ മേൽ പകർന്ന് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ മന്ന നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കോർഡിനേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നവരെല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. അവിടുത്തെ വരവിനായിട്ട് ഞങ്ങളെല്ലാം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. Amen. Praise the Lord. Praise the Lord. ഒരിക്കൽ കൂടെ വലിയവനായ ദൈവം നമ്മളെ ഈ ഒരു സൂം മീറ്റിംഗ് എന്നായിട്ട് നമ്മൾക്ക് കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പല പരിശോധനകളും പല ബലഹീനതകളും നമുക്കുണ്ടാവും. കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ച് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ള പഠിപ്പീര് പാസ്റ്റർമാരെല്ലാം നമ്മളോട് പറയാറുണ്ട്. കർത്താവിൻ്റെ കൃപയെ ആശ്രയിക്കുന്ന ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. പലർക്കും കേൾക്കാനേ പറ്റത്തുള്ളൂ, ചിലർക്ക് കൈയടിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഈ വാക്കുകളെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാം. കൈയടിക്കാൻ പറ്റുന്നവർക്കൊക്കെ കൈയടിച്ച് പാടാം, നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം എന്നുള്ളൊരു ഒരു പഴയ പാട്ടാണിത്. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. കൃപയിൽ നടന്നത് ശരണം, നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ
വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. Praise Lord. Hallelujah. നമ്മുടെ കണ്ണുകൾ അല്പനേരം ഒന്ന് അടയ്ക്കാം. Praise Lord. Let's be in the attitude of worship. Hallelujah. Amen. Hallelujah. ദൈവം നമ്മളെ ഒന്നിച്ച് കൂട്ടി വരുത്തിയോ. Hallelujah. കഴിഞ്ഞ ഒരാഴ്ചക്കാല ദൈവം നമ്മൾ നടത്തി. Hallelujah. God has been so good to us. Hallelujah. നമ്മൾ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ഓരോ സർക്കംസ്റ്റൻസിൽ നമ്മൾ കടന്നു പോയപ്പോഴൊക്കെയും we have been God's presence. Hallelujah. I know നമ്മളെല്ലാം we are on online, we are all നമ്മുടെ വീടുകളൊക്കെയാണ്. Hallelujah. But let's pour our heart to God. Hallelujah. Let's take this time to worship God. Hallelujah. Let's take this time to praise God. Hallelujah. Whether we are in ups and our downs. Hallelujah. God has been leading us. Hallelujah. We have the belief. Let's put the faith in God. Hallelujah. നമ്മളായിരിക്കുന്ന crisis, നമ്മളായിരിക്കുന്ന a word of confusions. We know that we are in a word of chaos and everything like that. But just to have the faith in God, that God is in control of everything. Hallelujah. Because whatever happens in our life, without God's knowledge, nothing going to happen in our lives. Hallelujah. We need to just allow to God to work the miracles in our lives. Hallelujah. Can we all just, okay, let's open our mouth. Let's pour our heart to God. Hallelujah. Hallelujah. Let's praise God. Hallelujah. We thank you, Jesus. Hallelujah. Let's take this time to worship God. Hallelujah. Let's take this time to praise God's name. Hallelujah. We thank you, Lord Jesus. We thank you, Lord. Hallelujah. Appa, we thank you, Lord. Hallelujah. Let's surrender ourselves in your hands, God. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Whatever darkness is there, hallelujah, God will shine his light upon our lives. Hallelujah. Amen. Let's pour our hearts. Let's pour our hearts into God's presence. Amen. Hallelujah. Hallelujah. The world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. So here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. King of all days, you're so high.
Here I am to worship, here I am to bow down, here I am to say that you're my Lord. You're altogether lovely, altogether worthy, altogether wonderful to me. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Hallelujah, hallelujah. Yes, Lord, you're worthy of all the praises, O Lord. You're worthy of everything, Master. Hallelujah. Thank you, Lord, for this awesome time, Master. Thank you, Lord, for the awesome time, Master. Thank you for this opportunity for getting us together, O Lord, in thy presence, Master. Thank you, Lord, for keeping us safe and sound under thy mighty wings. Let's all together praise our God with the blessing that he has poured upon us, for keeping us safe and sound in this world. Where many are crying, where many are mourning, he has kept us safe. He has brought us together here to sing praise, to give praises to him, to say a big thank you to our Master for this chance that he has given, never to take it as a simple reason or something and just keep it away, but take every opportunity that he has given in our life just to say, Master, thank you for this time, thank you for this life, and thank you for everything you have done doing in our lives. It's not because of our merits, it's not because of the riches, nothing. It's because of the grace that he has poured upon us in abundance. Things may not seem good to us, but he knows the start and the end. He knows everything. Things are not in our limitations. He is beyond anything. When we just call upon our Lord, Heavenly Father, with a broken heart, when we say, our Father, he's just there, right, just beside us. Let's come together in the presence of the Lord with an open heart, not to judge people, not to see or take things in our understanding, but to pour out ourselves, to humble ourselves before the presence of Lord. And whatever our Father wants to talk to us, let we accept it. Let we do the things, just not be hearers, but to be doers. So that our Lord will say, my child, I'm pleased in you. Our God will be happy seeing us that we are doing things according to his plan. Let all bow our heads in the presence of the Lord and just sing praise to him. Our Heavenly Father, thank you for this wonderful time you have blessed in our life, Master. Thank you, Lord, for getting us together in thy presence, Master, to give you praises, to give you honor, Lord, yes, Master. Thank you, Lord, for everything. Thank you, Lord, for the love you have showering upon us, Master. Thank you, Lord, for keeping us safe and sound, Lord Jesus. Lord, when we call you Appa, Lord, when we call you Abba, Father, Master, you're there in right midst of us, Lord Jesus. We are worthy of nothing, O Lord, worthy of nothing. But Master, you are doing everything for us, O Lord, in the way it pleases you, O Lord, as Master. We give ourselves unto thy hands, O Lord.
We are at our respective houses, O Lord, as Master, but we are here, O Lord, to give you praises, O Lord, to hear from your word, O Lord, as Master, Lord Jesus. Master, it's the relationship that we are binded by the blood of Christ, O Lord, as Master, Lord Jesus. Let we always love each other, encourage each other, O Lord. Master, pray for each other, O Lord. We pray for the servant of God who is here, O Lord. Master, he's going to speak from your word. Every word that proceeds through his mouth be yours, O Lord, Master. And let it touch our lives, O Lord, the way you want us to mend us, O Lord, as Master, Lord Jesus. Not within our knowledge, but the way you want us to be, O Lord. We just humble ourselves before your feet, O Lord. We give ourselves unto thy hands, O Lord. Thank you, Lord, for loving us. Thank you, Lord, for hearing our prayer. In Jesus' name we pray. Amen. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വൈപ്പിയോടുള്ള ബന്ധത്തിൽ ചില ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷം വീണ്ടും ഒന്നിച്ചു കൂടുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നമുക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വൈപ്പിയുടെ പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ കൂടെ നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും വൈപ്പിയുടെ പ്രവർത്തനങ്ങൾ, വൈപ്പി ടീം, ബഹുമാനപ്പെട്ട സെക്രട്ടറി ഷാജു, അതുപോലെ ട്രഷറർ, അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും വളരെ ആക്റ്റീവായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മീറ്റിങ്ങുകൾ മാത്രം നമ്മളിങ്ങനെ ഓൺലൈനിൽ നടത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റ് ആക്ടിവിറ്റീസിലെല്ലാം ചാരിറ്റി, അതുപോലെ മറ്റ് നമ്മുടെ ബാച്ചിലേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വൈപ്പി ടീം, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ വൈപ്പി ടീം എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിരുന്നു. ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ മാത്രം നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. വൈപ്പി ടീമിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നല്ലൊരു ടീമിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ വളരെ ശക്തമായ നിലയിൽ അവരുടെ സമയം കൊണ്ടും പണം കൊണ്ടും ദൈവം കൊടുത്ത കഴിവുകൾ കൊണ്ടും ദൈവകൃപ കൊണ്ടും എല്ലാം നമ്മുടെ സഭാ പ്രവർത്തനങ്ങളെയും യുവജന പ്രവർത്തനങ്ങളെയും എല്ലാം, സൺഡേ സ്കൂൾ, എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന വൈപ്പി ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് ഈ സപ്തപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും, പ്രത്യേകം നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മുരളീധരൻ അവറുകൾ, അതുപോലെ എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സ്റ്റേറ്റ്സിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ UAE നിന്നും മൊത്തത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാകുന്നു. ഇന്ന് പ്രത്യേകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് കേൾക്കാനായിട്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഇൻട്രഡക്ഷൻ പറഞ്ഞ് ഒത്തിരി സമയം ഞാൻ എടുക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ വർഷത്തെ തീം ബീയിങ് വിറ്റ്നസ് എന്നുള്ളതാണല്ലോ, നാം സാക്ഷികളാകുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ തീം. ആ തീമിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഒരു വാക്യം വായിച്ച് ഞാൻ തുറന്നുള്ള സമയം നമ്മുടെ തുറന്നുള്ള പ്രോഗ്രാമിന് വേണ്ടി വിട്ടു നൽകുകയാണ്. Epistle of John chapter 2 verse 13 and 14 ഞാൻ തന്നെ വായിക്കാം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇവിടെ എല്ലാ പ്രായക്കാരെയും അഭിസംബോധന ചെയ്ത് പിതാക്കന്മാരെ, ബാല്യക്കാരെ, കുഞ്ഞുങ്ങളെ, എല്ലാ പ്രായക്കാരെയും അഭിസംബോധന നമ്മുടെ വൈപ്പിയിലും, അതുകൊണ്ട് എല്ലാ പ്രായക്കാരും ഉൾപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വൈപ്പി നടത്തുന്നത്. മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, പ്രായവ്യത്യാസം എന്നെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ വൈപ്പി എന്ന് പറയുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നു, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ശക്തരാണ്, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരാണ്. നിങ്ങൾ ദുഷ്ടനെ ദൈവവചനം വസിക്കുന്നതിനാലാണ് നിങ്ങൾ ശക്തരായിത്തീരുന്നത്. നിങ്ങൾ ദൈവവചനം വസിക്കുന്നതിനാലാണ് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
യോഹന്നാൻ പ്രത്യേകം ഓരോ പ്രായത്തിലുള്ളവരെയും, പിതാക്കന്മാരെ നിങ്ങൾ ആദ്യം മുതൽ ഉള്ളവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പ്രത്യേകം പറയുന്നു. ഓരോ പ്രായത്തിലുള്ളവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പ്രത്യേകം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ്. അതെ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ട്, ദൈവവചനത്തിൽ കൂടെ, ദൈവവചനം നമ്മളിൽ വസിച്ച് അതിൽ കൂടെ നമ്മൾ ശക്തരായി തീരുവാൻ ഇന്നത്തെ വൈപ്പി മുഖാന്തരം ദൈവം ഇടയാക്കി തീർക്കട്ടെ. പങ്കെടുക്കുന്ന എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഉള്ള പ്രോഗ്രാം ഇന്നത്തെ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന ബ്രദർ ഡെന്നിയെ ഓർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷൻ തുടർന്നുള്ള പ്രോഗ്രാം അറിയിക്കുന്നതായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. മനോഹരമായ സമയത്ത് അവർ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വൈപ്പിയാട് കടന്നു വരുവാൻ കർത്താവ് എന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. പ്രിയ ഡോക്ടർ കെ മുരളീധരൻ അവരുകളെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. ആത്മീയ കോടത്തിൽ സുപരിചിതനായ വ്യക്തിയാണ്. പ്രിയ ഡോക്ടറെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്റർ കോളേജ് ഫെലോഷിപ്പ് അല്ലെ ICPF-ന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അദ്ദേഹത്തെ അറിയാം. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ദീർഘവർഷങ്ങളായി അതിന്റെ ആരംഭം മുതൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിലൂടെ അനേക സ്റ്റുഡൻസിനോട്, യൂത്ത്സിനോടൊക്കെയും ദൈവസ്നേഹം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഈ ദിവസങ്ങൾ അദ്ദേഹത്തെ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രഭാഷകൻ എന്ന നിലയിൽ, ദൈവവചന പ്രഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ഔദ്യോഗിക മേഖലകളിൽ കോയമ്പത്തൂരിനടുത്ത് ആനക്കട്ടിയിൽ തന്റെ ഔദ്യോഗികമായ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രൈബൽ മിഷനോട് ചേർന്നുകൊണ്ട് ദീർഘവർഷങ്ങളായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ കർത്താവിനെ സേവിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന രാത്രിയിൽ അദ്ദേഹം നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ICPF-ന്റെ കോയമ്പത്തൂരിൽ വർക്ക് ചെയ്യുമ്പോൾ അതോട് ചേർന്ന് പല ഫെലോഷിപ്പ് പങ്കെടുപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം ദൈവസ്ഥനിൽ ഓർക്കുന്നു. ദേവദാസൻ രാത്രിയിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നമുക്ക് ആവശ്യമായ ദൈവിക ആലോചന പ്രിയ ഡോക്ടർ രാത്രിയിൽ കേൾക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. അതിനായിട്ട് ദൈവസ്ഥനിൽ നമുക്ക് തന്നെ സംബന്ധിക്കാം. Dr. Uncle, praise Lord. I think. Hello. Okay, can you hear me? Yes, we can hear you. Praise Lord. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് വൈകുന്നേരം വൈപ്പിയുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരോടും ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം കൊടുത്ത നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ചില മാസങ്ങളായിട്ട്, കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇതുപോലെ ഓൺലൈനിൽ കൂടെ മാത്രമേ നമുക്ക് പലർക്കും കൂടുവാനും ദൈവത്തെ ആരാധിപ്പാനും ഇടയാകുന്നു എന്ന് ഉണ്ടെങ്കിലും ദൈവം സഹായിച്ച് ഞങ്ങളുടെ ക്യാമ്പിലെ ഒരു ഞായറാഴ്ച പോലും മുടക്കാതെ ഞങ്ങൾക്ക് ആരാധന നടത്തുവാൻ ദൈവം സഹായിച്ചു. കാരണം ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവിടെ വസിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫുകൾ തന്നെ 10-60 പേരുണ്ട്. എല്ലാവരും അതിനകത്താണ്. ഞങ്ങൾ സെൽഫ് ക്വാറന്റൈൻ പോലെയാണ്. എന്നാലും കുറച്ചകത്തായതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് പതിവ് പോലെ ആരാധന നടത്തുവാൻ ദൈവം സഹായിച്ചു വരുന്നുണ്ട്. ഹോസ്പിറ്റലും അതുപോലെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ദൈവം സഹായിക്കുന്നു. ഞങ്ങൾ വസിക്കുന്ന ഒരു പിന്നോട്ട ഒരു പ്രദേശമാണ്, എല്ലാവർക്കും അറിയാം, അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്തിൽ. അതിൽ ഇതുവരെ കഴിഞ്ഞ ദിവസത്തിൽ മാത്രം, എന്ന് വെച്ചാൽ യെസ്റ്റർഡേ മാത്രം ഒരാളിന് സസ്പെക്ട് കോവിഡ് വൈറസ് ഉണ്ട്, പോസിറ്റീവ് ആണ് എന്ന് ഒരു സൂചന കേട്ടു. എന്നാൽ ഈ മാസങ്ങളിലൊന്നും ഒരു കേസ് പോലും ഞങ്ങൾക്ക് കാണുവാൻ ഇടയായിട്ടില്ല. ഞങ്ങൾ ബോർഡറിലാണ്, തമിഴ്നാട് കേരള ബോർഡറിലാണ്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളെല്ലാം അവിടെ ഉണ്ട്. എന്നാലും ദൈവം സഹായിച്ച് വരുന്നു. ദൈവകൃപയാൽ താങ്ങി വരുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്റ്റാഫുകൾക്കും ഒരു പ്രയാസവും ഇല്ലാതെ ദൈവം നടത്തി വരുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. ഈ സമയത്ത് നമുക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ച ഒരു വിഷയമാണ്, ഈ വളരെ രോഗക്കിടക്കയിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ രോഗത്താൽ ബാധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പ്രായമായവരുള്ളവർ മാത്രമേ സാധാരണമായിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ മാത്രം, ഈ ക്രൈസിസിൽ മാത്രമാണ് ഒരു അസുഖവും ഇല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർ പോലും
മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. അതുപോലെ ഒരു സംഭവം ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സാധാരണമായിട്ട് ആരെങ്കിലും മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് നീ എന്നാ പറയുന്നത്, നിനക്ക് എന്നാ കുഴപ്പം എന്നെല്ലാം പറയും. ഡയബറ്റീസ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല, പിന്നെ നിനക്ക് എന്നാ കുഴപ്പം എന്നെല്ലാം പലരോടും നമ്മൾ തമാശയായിട്ട് ചോദിക്കും. പക്ഷെ ഇന്ന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളവർ പോലും നാളെ നമുക്ക് എന്നാ സംഭവിക്കും, ഈ വൈറസ് വരുമോ എന്നുള്ള പേടിയോടുകൂടിയാണ് ഇരിക്കുന്നത്. വേറെ പല പ്രത്യേകമായിട്ട് വിശ്വാസികൾക്ക് ഇങ്ങനത്തെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ലോകം അവസാനിക്കാൻ പോകുന്ന ഒരു സംഭവമാണോ എന്നെല്ലാം കൂടെ ചിന്തിക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21 അധ്യായത്തിന്റെ 36 വാക്യം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പിക്കും. ഇംഗ്ലീഷിലൊന്ന് അത് ഞാനൊന്ന് വായിച്ചാല്, be always on the watch, pray that you may be able to escape all that is about to happen and that you may be able to stand before the Son of Man. ഇത് കർത്താവിന്റെ വാക്കാണ്. ആ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം മുഴുവനും അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാക്കാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങളെ ഒഴിഞ്ഞു മാറുവാനും അതോടുകൂടെ ചേർത്ത് പറയുകയാണ്, കർത്താവിന്റെ ആ പ്രത്യക്ഷയിൽ നിങ്ങൾ നിൽപ്പാൻ യോഗ്യരായിട്ട് തീരുവാനും, യു മേ ബി ഏബിൾ ടു എസ്കേപ്പ് ഓൾ ദാറ്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ ആൻഡ് ദാറ്റ് യു മേ ബി ഏബിൾ ടു സ്റ്റാൻഡ് ബിഫോർ ദ സൺ ഓഫ് മാൻ. കർത്താവിന്റെ വരവിൽ അവന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനാകുക. അപ്പൊ നമ്മൾ എപ്പോഴെല്ലാം ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് ചിന്തിക്കുന്നു, അപ്പോഴെല്ലാം അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ഈ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവോട് കൂടെ ഉള്ള കാര്യമാണ്. അപ്പം അത് രണ്ടും ചേർത്താണ് ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്തെ സംഭവങ്ങളെ കുറിച്ച് പലതും പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു പോകുവാനും അതേസമയം മനുഷ്യപുത്രന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലോകം അവസാനിക്കുമോ, നമ്മൾ മരിച്ചു പോകുമോ എന്നുള്ള ചിന്ത, എന്നാ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ അതോടുകൂടെ ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ലോകത്തിന്റെ അവസാനമാണെങ്കിൽ അത് കർത്താവിന്റെ വരവോടുകൂടെ സംഭവിക്കത്തുള്ളൂ. അതിനു മുമ്പ് ഒന്നും സംഭവിക്കത്തില്ല. അത് രണ്ടും ഒരു കോയിൻസൈഡിങ് ഫാക്ടേഴ്സ് ആണ്. രണ്ടും അതേ സമയത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പം ആ സമയത്ത് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുവാൻ പ്രാപ്തരാകുക. ലോകം നശിച്ചു പോകും, അല്ലെങ്കിൽ എനിക്കെല്ലാം ഈ ലോകം അവസാനത്തിലേക്ക് ആകുന്നു, ഞാൻ എന്തു ചെയ്യണം എന്ന് വിചാരിക്കുന്നതല്ല നമ്മുടെ കാര്യം. അതോടുകൂടെ ഉള്ള കർത്താവിന്റെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ the Son of Man comes. അതാണ് ലോകത്തിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്ന കാര്യം. അതോടുകൂടിയാണ് ലോകത്തിന്റെ അവസാനം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസാന സംഭവം. ലോകം അപ്പോഴും അവസാനിക്കത്തില്ല. അതിന്റെ കൂടെ കർത്താവ് ഇനിയും 1000 വർഷം ഭരിച്ചതിന് ശേഷം മാത്രമേ ലോകം അവസാനിക്കത്തുള്ളൂ. എന്നാൽ ഇന്നുള്ള ഈ ദുഷ്ടലോകം, സാത്താന്റെ ശക്തിയിലുള്ള ആ ലോകം, അതിന്റെ അവസാനം വരുന്നതിന് മുമ്പേ ലോകത്തിൽ പല അന്ത്യകാല സംഭവങ്ങൾ നടക്കുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കർത്താവിന്റെ വരവിൽ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാണോ എന്നുള്ള ചിന്തയാണ് നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ചുരുക്കമായിട്ട് കർത്താവിന്റെ മുമ്പിൽ ലോകമെല്ലാം ചിന്തിച്ചോട്ടെ, ഇത് ലോകത്തിന്റെ അവസാനമാണോ, എന്നാ സംഭവിക്കാൻ പോകുന്നു, നാളെ എന്നാ സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്കുള്ള കാര്യം കർത്താവിന്റെ പ്രത്യക്ഷ ആ സമയത്ത് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ, ഞാൻ എന്നെ പ്രാപ്തനാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള ചിന്തയാണ്. ആദ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഫസ്റ്റ് കർത്താവിന്റെ ആ പ്രത്യക്ഷയിൽ നമ്മളൊന്ന് അതിന് യോഗ്യനായി അവനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവനെ എതിരേൽക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ, അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ പ്രാപ്തനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വി മസ്റ്റ് ബി ഷുവർ ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ ഉള്ള വിശ്വാസികൾക്ക് പോലും പല തെറ്റിദ്ധാരണകളുള്ള ഒരു കാര്യം കൂടെയാണ്. അതാണ് ബേസിക്. എന്നാൽ നമുക്കെപ്പോഴും ഈ ABCDയിലാണ് പലപ്പോഴും പ്രയാസങ്ങൾ വരുന്നത്. ആദ്യകാലത്ത് ആദ്യത്തെ ഫണ്ടമെന്റൽ തിങ്സിലാണ് നമുക്ക് പലപ്പോഴും പ്രയാസങ്ങൾ വരുന്നത്. അപ്പം നമ്മുടെ ആ രക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം സുവിശേഷം എന്ന് പറയുന്നത് അനുസരിക്കാനുള്ളതാണ്. ഒരു വാക്യം കൂടെ ഞാൻ ഒന്ന് വായിക്കട്ടെ. 2 തെസ്സലോനിക്കർ അതിന്റെ 1-ാം അധ്യായം. അവിടെയും കർത്താവിന്റെ വരവില് എന്നാ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ 2 തെസ്സലോനിക്കരുടെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. അപ്പൊ അവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷയിൽ ഒന്ന്, കർത്താവിനെ അറിയാത്തവർ. ഇതിപ്പോ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ ചിന്തിക്കണ്ട, നമ്മൾ ദൈവമക്കളാണ്. എന്നാൽ കർത്താവായ യേശുവിന്റെ സത്യസുവിശേഷം, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുവിന്റെ ആ സത്യസുവിശേഷത്തിനെ അനുസരിക്കാത്ത, കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ എന്നുവെച്ചാൽ സുവിശേഷം കേൾക്കുന്നത് മാത്രമല്ല അത് അനുസരിക്കുന്നത് എന്ന് പറയുമ്പോൾ ടു ഒബേ ദ ഗോസ്പൽ. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവന്റെ മുമ്പേ പ്രാപ്തനായിരിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അവന്റെ സുവിശേഷം അനുസരിച്ചോ എന്നുള്ളതാണ്. സുവിശേഷം എന്ന് പറയുന്നത് അതിന്റെ ഫുൾ എലമെന്റ്സ് ആണ്. നമ്മളെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പാവ പരിഹാരിയായി തന്നു എന്നുള്ളത് യേശുവിനെ വിശ്വസിക്കുകയും, യേശുവിന്റെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പഴയ പാപത്തിൽ നിന്ന് ഞാൻ മാറിയെന്ന് സ്നാനപ്പെടുകയും, ഈ ലോകത്തിൽ യേശുവിന്റെ പൈതലായി ജീവിക്കുവാൻ വേണ്ടി നമ്മൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായിട്ട് വന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയും, repent towards God, have faith in Jesus, take baptism after confessing your sins and receive the Holy Spirit. ഇങ്ങനെയാണ് നമ്മുടെ രക്ഷയുടെ ആ ജീവിതം തുടങ്ങുന്നത്. ഇതെല്ലാം അനുസരിച്ചാൽ മാത്രമേ പറ്റൂ. ഇത് അനുസരിക്കാത്തവർക്ക് എന്നാ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിയാത്തവർക്ക് എന്നാ സംഭവിക്കുന്നു? ദൈവത്തെ അറിയാത്തവർ ആരും പറയാൻ പറ്റത്തില്ല ദൈവത്തോട് ഞങ്ങൾ കേട്ടില്ലെന്ന്. കാരണം റോമാലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മനസ്സാക്ഷി തന്നെ അവർക്ക് പറയാം ഒരു സത്യദൈവം ഉണ്ടെന്ന്. ദൈവം അങ്ങനെ അവർ ന്യായം വിധിക്കത്തുള്ളൂ. എന്നാൽ സുവിശേഷം മനസ്സിലാക്കിയിട്ടും അതിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ലെങ്കിൽ, ഒബേ ദ ഗോസ്പൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എവിടെയോ ഒരു ദിവസം നമ്മൾ കൈപൊക്കി രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കാര്യമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, നമ്മൾ ഈ ട്രിനിറ്റി മുഴുവനും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തോടാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നത്. യേശുവിനെ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ രക്ഷകന്. നമ്മൾ സ്നാനപ്പെടുകയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, അവനെ അടക്കം ചെയ്യുന്നു. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ ആ സുവിശേഷം അനുസരിച്ച് രക്ഷയുടെ പാതയിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ പരിപൂർണ രക്ഷ സംഭവിക്കുന്നത് ഈ കർത്താവിന്റെ പ്രത്യക്ഷയിലാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നത്, കർത്താവ് രണ്ടാമത് വരുന്നതിന്റെ ഒരു കാര്യം, പല കാരണങ്ങളുണ്ട് കർത്താവ് രണ്ടാമത് വരുവാൻ. മൽപ്രിയനെ വരണമേ എന്ന് നമ്മൾ എത്ര പാടിയാലും കർത്താവ് വരേണ്ടതിന്റെ കാരണം വന്നിട്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാൻ എന്ന് മാത്രം ആരും വിചാരിക്കരുത്. വരുന്നത് ആദ്യം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷ പൂർണ്ണപ്പെടുവാൻ വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ രണ്ടാമത് പ്രാവശ്യം വരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രക്ഷ പൂർണ്ണപ്പെടുന്നത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ സുവിശേഷം അനുസരിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ആ വഴിയിലേക്ക് നമ്മൾ നടങ്ങിയിട്ടുണ്ട്. വി ആർ ഓൺ ദ വേ. നമ്മൾ യേശു പറഞ്ഞു, ഐ ആം ദ വേ. നമ്മൾ ഒരു വഴിയിൽ നടന്നു. അതിന്റെ ഒരു തൃപ്തി എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലം, നമുക്കറിയാത്ത ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതാണോ വഴി?
അത് നമ്മൾ മനസ്സിലാക്കി ഇതാണ് വഴി എന്ന് പറയുമ്പോൾ പകുതി പ്രശ്നം മാറി. കാരണം നമ്മൾ കറക്റ്റ് വഴിയിൽ പോകുന്നു, അവിടെ എത്തും. ശരിയായ വഴിയിൽ പോയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്, എത്തുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് രക്ഷയുടെ സുവിശേഷം അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവമായ യേശുവ് ആയ വഴിയിലേക്ക് നമ്മൾ കയറി. പഴയ കാലത്തെ അപ്പോസ്തല പ്രവർത്തികളിലെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യകാലത്ത് യേശുവിന്റെ അനുഗാമികളെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എന്ന് അവർ വിളിക്കുന്നതിന് മുമ്പേ അവര് ഈ വഴിയെ പിൻപറ്റുക. ദേ ആർ ദ ഫോളോവേഴ്സ് ഓഫ് ദ വേ എന്നാണ് പറയുന്നത്. അപ്പൊ ആ വഴിയിൽ കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു നിശ്ചയമാണ്, ഇത് ശരിയായ വഴിയാണ്, യേശുവാണ് വഴി. അതുകൊണ്ട് നമ്മൾ അങ്ങേ അറ്റം പോകുമ്പോൾ യേശു പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ രക്ഷ പൂർണ്ണപ്പെടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ബ്രദറുകാർക്കും പെന്തക്കോസ്തുകാർക്കും എപ്പോഴും ഒരു 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 തീരാൻ കഴിയാത്ത ഒരു 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 ഡിസ്കഷനാണ്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് ആണോ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എപ്പോഴും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് പറയുമ്പോൾ അവർ പറയും, ബ്രദറുകാർ പറയും ആണ്, കർത്താവ് കൊടുക്കുന്ന രക്ഷ നിത്യരക്ഷയാണ്. പെന്തക്കോസ്തുകാരായ നമ്മൾ പറയും ഇല്ല, രക്ഷ സൂക്ഷിച്ചോളണം, അവസാനം വരെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും ശരിയാണ്. ഒരിക്കൽ നമ്മൾ രക്ഷപ്പെട്ടാൽ ഇറ്റ് ഈസ് ഓൾവേസ് സേവ്ഡ്. പക്ഷെ അത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ സുവിശേഷം അറിഞ്ഞ് ഈ വഴിയിലേക്ക് കയറുമ്പോഴല്ല. അപ്പൊ രക്ഷ പൂർണ്ണമായില്ല. കർത്താവ് പ്രത്യക്ഷനായി നമ്മുടെ രക്ഷയെ പൂർണ്ണമാക്കുവാൻ വേണ്ടി നമുക്ക് ഒരു പുതിയ ശരീരം കൊടുത്ത് നമ്മുടെ രക്ഷയെ പൂർണ്ണമാക്കുമ്പോൾ അതിനുശേഷം പിന്നെ രക്ഷ നഷ്ടപ്പെടും. അപ്പൊ ആ സമയത്ത് വരുമ്പോൾ സേവ്ഡ്, അതാണ് റിയൽ സേവ്ഡ്. അപ്പൊ ഓൾവേസ് സേവ്ഡ് ആണ്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ ആരും ഒരു അലസരായിട്ടിരിക്കരുത്. വി മസ്റ്റ് നോ വി ആർ ഓൺ ദ വേ. അതാണ് നമുക്ക് മറ്റവർക്കുള്ള ഒരു വ്യത്യാസം. അവർക്ക് വഴി പോലും അറിയത്തില്ല. പലർക്ക് വഴി അറിയാതെ കിടന്ന് അലയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വഴിയിലുണ്ട് എന്നുള്ളത്, ആ വഴിയിലേക്ക് കൂടെ നടക്കാൻ നമ്മൾ മനസ്സിലാക്കണം. ആ വഴിയിൽ കൂടെ നടന്നാൽ മാത്രമേ കർത്താവ് വരുമ്പോൾ പ്രത്യക്ഷനാകുമ്പോൾ സുവിശേഷം അനുസരിച്ച് നമ്മുടെ രക്ഷ പൂർണ്ണപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാപ്തരായി നമ്മൾ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യം. സോ വി മസ്റ്റ് ബി ഷുവർ ഓഫ് അവർ ഫെയ്ത്ത് ആൻഡ് നോ ദാറ്റ് വി ആർ ഓൺ ദ വേ. നമ്മുടെ രക്ഷ പൂർണ്ണമാകുവാൻ വേണ്ടി കർത്താവ് പ്രത്യക്ഷനാകും. ആ സമയത്ത് നമ്മൾക്ക് അവനോട് കൂടെ ചേർന്ന് ഈ ലോകത്തെ നമ്മളും അവനോട് കൂടെ ചേർന്ന് 1000 വർഷം ഭരിക്കാൻ പോകുന്നവരാണ് എന്നുള്ള ചിന്തയോടുകൂടെയാണ് നമ്മൾ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടത്. ആരും വിശ്വാസികൾ ചിന്തിക്കരുത് കർത്താവ് വന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. കർത്താവ് വരുമ്പോൾ അവിടെ ഉള്ളവരെയും ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. ഹി ഡീപോപ്പുലേറ്റ്സ് ദ ഹോൾ ഹെവൻ. ഇതിനു മുമ്പ് ഇരുന്ന എല്ലാ സെയിൻസും 1000, 10,000 ഭക്തന്മാരോടുകൂടെയാണ് കർത്താവ് മടങ്ങി വരുന്നത്. അതല്ലെങ്കിൽ കർത്താവ് നമ്മളെ അങ്ങോട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. കർത്താവ് വരുന്നത് ഉടനെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനല്ല, അവിടെ ഉള്ളവരെയും വിളിച്ചുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ 1000 വർഷം ഭരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അവനോടുകൂടെ ഭരിക്കുവാൻ നമ്മളും യോഗ്യരാകണം എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. അവന്റെ വരവിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന് മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. Be sure of your faith. Be sure that your salvation will be perfected at the coming of the Lord, and we are going to rule with him in this same year for 1000 years. അതാണ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അങ്ങനെ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒരുങ്ങിയിരിക്കുമ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ രക്ഷ പൂർണ്ണമാകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പദവി എന്ന് പറയുന്നത്, കർത്താവ് ലോകത്തിൽ വന്ന് പ്രത്യക്ഷനാകുമ്പോൾ സാത്താനെ പിടിച്ച് 1000 വർഷം പാതാളത്തിലേക്ക് അടച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ഭരിക്കാൻ പോവുകയാണ്. അവനോട് കൂടെ നമ്മളും ഭരിക്കും. വി വിൽ ഓൾസോ ബി റൂളിംഗ് ദി സെയിം ഇയർ എന്ന് പറയുമ്പോൾ അന്നും ഇതേ ലോകം തന്നെ കാണും. ചില കാര്യങ്ങളെല്ലാം മാറും. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസൈക്കിൾ ചെയ്തു, ഒരു 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 പുനർവികസനം ചെയ്ത് കർത്താവ് ലോകത്തെ ഭരിക്കാൻ പോവുകയാണ്. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാതെ, ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു സമാധാനമായിട്ടുള്ള ഒരു പെർഫെക്റ്റ്, മനുഷ്യന് ഒരു പ്രശ്നമില്ലാതെ, സാത്താൻ ഇല്ലാതെ, രോഗങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു സ്ഥലമായിട്ട്, അഥവാ ഉണ്ടെങ്കിലും ഉടൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ദൈവം ഭരിക്കുന്ന അവനോട് കൂടെ നമ്മളും വിശുദ്ധന്മാരും ഭരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നതാണെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയും നമ്മൾ ഒരുങ്ങണം. ദാറ്റ് ഈസ് the service, the work that God has given to you in this world. ഈ ലോകത്തില് നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയില് നമ്മൾ വിശ്വസ്തരായിട്ടിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആവശ്യപ്പെടും.
ഈ മത്തയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് കർത്താവ് ആ ഒലിവ് മലയിൽ ശിഷ്യന്മാരോടുകൂടെ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് പറഞ്ഞതിന് ശേഷം, വളരെ വ്യക്തമായിട്ട് എന്നെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ആ 24-ാം അധ്യായത്തിന്റെ അവസാനം തൊട്ട് 25-ാം അധ്യായം മുഴുവനും കർത്താവിന്റെ വരവിനോടുള്ള കാര്യത്തിൽ തന്റെ ജനങ്ങൾ ഈ ലോകത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് 4 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകളിലെല്ലാം കാണുന്നത് കർത്താവ് വരുന്നതിന് മുമ്പേ ഇവിടെ നമ്മളെ ലോകത്തിൽ താൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ വിശ്വസ്തയോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ആ കാര്യങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ കർത്താവ് വരും എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചോ പാടിക്കൊണ്ടോ ഇരുന്നാൽ പോരാ. കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ നമ്മൾ ഭരിക്കുവാൻ യോഗ്യരാണോ, അവന്റെ മുമ്പിൽ നിൽക്കുവാൻ, അവനോട് കൂടെ ഭരിക്കുവാൻ നമ്മൾ യോഗ്യരാണോ എന്നുള്ളത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഉപമകളെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാല് സാധാരണമായിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് 2 കാര്യങ്ങൾ, 2 വിധമായിട്ടുള്ള ചിന്തകളുണ്ട്. അവൻ എത്രയും വേഗം വരും, പേടിച്ച് വിറച്ചുകൊണ്ട്, അങ്ങനെ പലരെയും പേടിപ്പിച്ച് വിറച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മനസ്സിലെല്ലാം വേറൊരു കാര്യം തോന്നും, കർത്താവ് എന്തായാലും കർത്താവ് വരും, പിന്നെ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, അവൻ അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അവനെ ഒരു മീറ്റിങ്ങിൽ കണ്ടതിന് ശേഷം അവൻ വളരെ കാര്യമായിട്ട് എന്നോട് സംസാരിച്ചു. അവന്റെ മുഖത്തിൽ ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു സാഡ്നെസ് ഉണ്ടായിരുന്നു, ഒരു ദുഃഖം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് പൂർണ്ണ വിശ്വാസമായി കർത്താവ് വേഗം വരുമെന്ന്. അപ്പൊ ഞാൻ വിചാരിക്കാം, പിന്നെ എന്തിനാ പഠിക്കുന്നത്? അവന്റെ ഫൈനൽ ഇയർ എഴുതിയിട്ടില്ല. എന്നോട് കാര്യമായിട്ട് ചോദിച്ചു, ഫൈനൽ ഇയർ എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ? എഴുതിട്ട് എന്നാ ചെയ്യാനാ, പഠിച്ചിട്ട് എന്നാ ചെയ്യാനാ എന്നുള്ള ആ ചിന്ത തന്റെ മനസ്സിൽ വന്നു. ഇതുപോലെ പലരും ഉണ്ട്, പെട്ടെന്ന് വരും, അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് പലരും പറയുന്നുണ്ട്, പലരും പേടിപ്പിക്കാറും ഉണ്ട്, ഇതൊന്നും കാര്യമില്ല. പക്ഷെ ഈ ഉപമകൾ ഞാൻ പറഞ്ഞതുപോലെ 24-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഒരു ഉപമയും 25-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 ഉപമകളെല്ലാം വായിച്ചു നോക്കിയാൽ കർത്താവ് വരുന്നതിനെ കുറിച്ച് അതിൽ ഒരു കാര്യം നല്ലപോലെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും അവൻ വരുവാൻ താമസിച്ചു, വരാൻ വളരെ സമയമായി. ഇതാ കർത്താവ് വേഗം വരുന്നെന്നും കർത്താവ് തന്നെ വെളിപ്പാട് സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിട്ട് തന്നെ 2000 വർഷമായി. കർത്താവ് പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് പറഞ്ഞതാണ്, ഐ ആം കമ്മിങ് സൂൺ എന്ന്. കർത്താവിന്റെ സൂൺ എന്ന് പറയുന്നത്, കർത്താവിന്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സമയമല്ല. പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 1000 വർഷം ഒരു ദിവസം പോലെ. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് എത്രയായിരിക്കും? ഈ ടൈം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ നമുക്ക് ഒരു ഫിക്സഡ് പോലെ തോന്നിയാലും ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് നമ്മൾ ഒരു വളരെ പ്രയാസമായിട്ടുള്ള ഒരു തിയറിയാണ് ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി. എന്റെ മലയാളം എനിക്ക് ശരിക്ക് പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ആവേശിക സിദ്ധാന്തം എന്ന് പറയും. തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ടൈം നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ചിലപ്പോൾ അതേ ടൈം തന്നെ വലുതായിട്ടിരിക്കും, ചെറുതായിട്ടിരിക്കും. ഇപ്പൊ ദൈവത്തെ കുറിച്ച് പറഞ്ഞതുപോലെ 1000 വർഷം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. 1000 വർഷം എന്ന് നമ്മൾ വിചാരിക്കും. ഒരു ദിവസം എന്ന് പറയുമ്പോൾ കർത്താവിന് അത് അങ്ങനെയാണ്. അങ്ങനെ ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നപ്പോൾ ഒരു മനുഷ്യനല്ല, ഒരു സ്റ്റുഡന്റ് തന്നെ, ഒരു സയൻസ് സ്റ്റുഡന്റ് പറഞ്ഞു, സാറേ ഐൻസ്റ്റീനോട് തന്നെ ചോദിച്ചു, വളരെ ടഫാണ് സാറേ ഇത് മനസ്സിലാക്കാൻ, ടൈം തന്നെ ചെറുതായിട്ടും വലുതായിട്ടും എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, നല്ലപോലെ മനസ്സിലാവും. അയാൾ പറയാ, ഒരു മനുഷ്യനെ ഒരു ഹോട്ട് പ്ലേറ്റിൽ 5 മിനിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞു. അതേ മനുഷ്യനെ വേറെ ഒരു ദിവസം അവന് ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഒരു സ്ത്രീയോട് 1 മണിക്കൂർ സംസാരിക്കണം. അവനോട് ചോദിക്കുക, ഇത് ഏതായിരുന്നു കൂടുതൽ? ഹാർട്ട് പ്ലേറ്റിൽ 5 മിനിറ്റ് ഇരുന്നപ്പോഴാണോ നിനക്ക് ഇത്രയും സമയം ഇതിനകത്ത് ഇരിക്കണോ എന്ന് തോന്നിയോ? 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, നിനക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് എന്നാ തോന്നി? 1 മണിക്കൂർ നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സമയം പെട്ടെന്ന് പോയി. എന്നാ ഒരു ഹാർട്ട് പ്ലേറ്റിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കി, അപ്പൊ എന്നാ തോന്നും? അതാ സമയം. ഇത് 5 മിനിറ്റേ ഉള്ളൂ, അത് 1 വർഷം, ഒരു മണിക്കൂർ. പക്ഷെ ഈ 5 മിനിറ്റ് ചിലപ്പോൾ അവന് 1000 വർഷം പോലെ തോന്നിക്കാം. ആ 1 മണിക്കൂർ 1 സെക്കൻഡ് പോലെ തോന്നിക്കാം. റിലേറ്റിവിറ്റിയാണ്.
തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത്. അതുപോലെയാണ് ദൈവത്തിന്. അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ ഇതാ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ നാളെ വരും എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, പലരും ഇതിന്റെ ആവശ്യമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഈ ഉപമകൾ വായിച്ചാൽ കർത്താവ് എപ്പോഴെല്ലാം തന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, 24-ാം അധ്യായത്തിൽ അവസാന ഭാഗം ഒരു ദാസനെ ഏൽപ്പിച്ചു, നല്ലപോലെ ശുശ്രൂഷ ചെയ്തോളണം, ആൾക്കാർക്കെല്ലാം ചാപ്പാട് കൊടുക്കണം, നല്ലപോലെ അവരെ നോയിക്കണം എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് കണ്ടപ്പോൾ അവൻ ആ പ്രവർത്തനത്തെല്ലാം വിട്ട് അവരെ എല്ലാം ഉപദ്രവിക്കുവാനും ഹിംസിക്കുവാനും തുടങ്ങി എന്ന് വായിക്കുന്നു. അതേപോലെ അടുത്ത 10 കന്യകമാരുടെ കഥ പറയുമ്പോൾ മണവാളൻ വരാൻ താമസിച്ചു എന്ന് പോലും ഇവരെല്ലാം ഉറങ്ങി, താമസിച്ചു പോകും എന്നുള്ളത് ചിന്ത പോലും ഇല്ലാതെ അതിനനുസരിച്ചുള്ള എണ്ണയും കരുതാത്ത വന്ന് 5 ബുദ്ധിയില്ലാതെ ആ കന്യകമാരെ കുറിച്ചാണ് വായിക്കുന്നത്. ഇനി ഒരു സമയം 10 താലന്തുകളെ കൊടുത്ത കഥയിൽ പറയുമ്പോഴും യജമാനൻ വരുമ്പോൾ വളരെ ദൂരത്ത് പോയ യജമാനൻ വളരെ സമയം കഴിഞ്ഞ് വന്നപ്പോൾ ഓരോരുത്തരെ ആയിട്ട് വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റവര് അവസാന കഥയിൽ ഉള്ള ന്യായവിധിയെ കുറിച്ചിട്ടുള്ള കഥയിൽ പറയുമ്പോൾ ഞാൻ വരാൻ താമസിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത സോഷ്യൽ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞാല് കർത്താവ് വരുന്നതിന്റെ ഒരു താമസം, വേഗം വരുന്നെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ നാളെ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഹൗ യു ലിവ് ഇഫ് യു നോ ഐ എം കമ്മിങ് ടുമോറോ, ബട്ട് ഹൗ യു വിൽ ബി ലിവിങ് ഇഫ് യു നോ ഐ വോണ്ട് ഈവൻ കം ആഫ്റ്റർ 100 years. ഞാൻ 100 വർഷം കഴിഞ്ഞിട്ടും വരത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും, അതാണ് കർത്താവ് നോക്കുന്നത്. സോ that means our everyday work counts. നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും കർത്താവ് നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല. കർത്താവ് വരാൻ താമസിച്ചാലും എത്ര കാലം താമസിച്ചാലും എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം അനുസരിച്ച് അവൻ വരുമ്പോൾ എന്നെ എങ്ങനെ കാണണമോ അങ്ങനെ അവൻ വരാതിരുന്നാലും എത്ര കാലമായിരുന്നാലും how I will be living even if it doesn't come for long. അപ്പൊ നമ്മുടെ പ്രവർത്തനം അവിടെ കർത്താവ് ഈ ഉപമകൾ പറയുമ്പോൾ ഒരിക്കലും ഇന്ന പ്രവർത്തനമെന്നോ ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ലേബർ പറഞ്ഞിട്ടില്ല. ആ നീണ്ട കാലം കഴിഞ്ഞപ്പോഴും വിശ്വസ്തനായിട്ടിരിക്കുന്നവരെയാണ് വിളിച്ചിട്ട് പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായിട്ട്. അപ്പൊ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ ഒന്ന് ശരിയാക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനം, ദാറ്റ് വർക്ക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവസന്നിധാനത്തിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ജോലി ചെയ്യുന്നത് എന്നുള്ളത് ഡസ് നോട്ട് മാറ്റർ അറ്റ് ഓൾ. എന്ത് ജോലി, നമ്മളാണ് സഭയിൽ വിചാരിക്കുന്നത് ടോപ്പ് ലെവലില് മിഷണറിമാരാണ്, ഇല്ലെങ്കിൽ ഈ ഫോറിൻ ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റ് ആണ്, പിന്നെ പാസ്റ്റർമാരാണ്, പിന്നെ ടീച്ചേഴ്സ് ആണ്, പിന്നെ ഡോക്ടേഴ്സ് ആണ്, നഴ്സസ് ആണ്, ടീച്ചേഴ്സ് ആണ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ടാക്സി ഡ്രൈവറാണ് എന്ന് നമ്മൾ ഒരു ഹെയറാർക്കി നമ്മൾ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ ഒന്നുമില്ല. ദൈവവചനത്തിൽ ദൈവം ഒരു ജോലിക്കും പ്രാധാന്യം കൊടുത്തില്ല, നമ്മളും കൊടുക്കാനും പാടില്ല. നമ്മളൊരു പാസ്റ്ററാണെങ്കിൽ മര്യാദയ്ക്കുള്ള പാസ്റ്ററായിട്ട് ജീവിച്ചോളണം. നമ്മളൊരു സാധാരണ ഒരു ക്ലർക്കാണെങ്കിൽ മര്യാദയ്ക്കുള്ള ഒരു ക്ലർക്കായിട്ട് ദൈവത്തെ വാങ്ങി ഏത് ജോലി ഏൽപ്പിച്ചാലും നമ്മൾ ജോലി ചെയ്യണം. ജോലി ദൈവത്തിന്റെ സന്നിധാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മാത്രമേ നമ്മുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ, if there is only one chapter in the Bible, that is the first chapter of Genesis, അത് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത എന്താണെന്നറിയാമോ? He is a working God. അവൻ സൃഷ്ടിച്ചു, അവൻ വർക്ക് ചെയ്യാൻ കാരണം അവൻ ലോകം പാഴും ശൂന്യമായിരിക്കുന്നത് കണ്ടാണ് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു അലസതയോട് ചെയ്തില്ല, ഒന്നൊന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നന്നാക്കിക്കൊണ്ടേ വന്നു. അവന്റെ ഹൃദയം എല്ലാം നന്നായി വന്നു എന്ന് തീരുന്നവരെ he did not take rest after the release day. These are the principles of work that are enunciated in the first chapter of Genesis. If you had only the first chapter of Genesis, our impression of God is he is a creator God, he is a working God. അതുകൊണ്ട് ദൈവം നമ്മളെ അതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എന്നെ ജോലി ചെയ്യുന്നതല്ല, നമ്മൾ ജോലി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും പ്രശ്നങ്ങൾ ഉള്ളത് കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നന്നാക്കാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് ചെയ്യാനുള്ള ജോലി ദൈവത്തിന് മോട്ടിവേഷൻ ഉണ്ടാക്കി അതേ മോട്ടിവേഷൻ നമുക്കും ഉണ്ടാകണം. ചെയ്യുന്നത് അലസതയോട് ചെയ്യരുത്,
എത്ര സമയമാണെങ്കിലും നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യുന്നവരെ എനിക്ക് റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം കർത്താവ് താൻ പ്രസംഗിച്ചത് 3.5 വർഷം മാത്രമേ ഉള്ളൂ. പക്ഷെ താൻ ജോലി ചെയ്തത് ഒരു പക്ഷേ 12 വയസ്സ് 18 വർഷം അല്ലെങ്കിൽ അതിനും കൂടുതൽ തൻ്റെ പിതാവായ യോസേപ്പോടുകൂടെ ആ കാർപ്പൻട്രി ഷാപ്പിൽ താൻ വർക്ക് ചെയ്തു. 18 വർഷം വർക്ക് ചെയ്തു, 3 വർഷം പ്രസംഗിച്ചു. അപ്പൊ 18 വർഷം വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കർത്താവ് 3 വർഷം പ്രസംഗിക്കാൻ വന്നു. 12ാമത്തെ വയസ്സിൽ തന്നെ കർത്താവിന്റെ ജ്ഞാനം കണ്ടിട്ട് അവന്റെ സ്ക്രിപ്ചറൽ നോളജ് അറിഞ്ഞിട്ട് വേദപാരകന്മാരും പരീശന്മാരും അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് എല്ലാം ചേർന്ന് അതിശയിച്ചു, ഈ 12 വയസ്സ് ബാലകന് ഇത്രയും ജ്ഞാനം എവിടുന്ന. ഹി വാസ് ഈവൻ അറ്റ് ദാറ്റ് ടൈം ഫിറ്റ് ഫോർ എ മിനിസ്ട്രി. 12 വയസ്സിൽ കർത്താവിന് അത്രയും ജ്ഞാനം ഉണ്ടായിരുന്നെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല. ഈ സ്റ്റാർട്ടഡ് വർക്കിംഗ്. തന്റെ കാർപ്പൻട്രി ഷോപ്പിൽ 18 വർഷം വർക്ക് ചെയ്ത് 33 വർഷം മാത്രമേ താൻ പ്രവർത്തിച്ചുള്ളൂ. അപ്പൊ 3 വർഷം പ്രവർത്തിക്കാൻ 18 വർഷത്തിന്റെ ഒരു വേൾഡ്ലി സെക്യുലർ ജോബ് തനിക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, താൻ ആരെല്ലാം തന്റെ പുറകെ വരാൻ വിളിച്ചോ അവരെല്ലാം ജോലിയിലിരുന്നവരെ മാത്രമാണ് വിളിച്ചത്. നമുക്കറിയാം, മീൻപിടുത്തക്കാരെ വിളിച്ചു, ടാക്സ് കളക്ടറെ വിളിച്ചു, ടെന്റ് മേക്കേഴ്സെ വിളിച്ചു. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ജോലി, വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ വർക്ക് ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല, അതിൽ നമ്മൾ എത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ദൈവം 1-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുന്നു. കാരണം അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തൻ എന്ന് പറയുമ്പോൾ, വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, വാ നമ്മൾ ഭരിക്കാം, നിനക്ക് അധികം ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നൽകും. അതുകൊണ്ട് ഈ ജോലി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് ജോലിയാണെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, മേ ബി എ കളക്ടർ ആർ യു മേ ബി എ പ്യൂൺ, അതെല്ലാം വേറെ കാര്യമേ ഇല്ല. പക്ഷെ വിശ്വസ്തരായി കർത്താവ് വന്നാലും വന്നില്ലെങ്കിലും, നാളെ വന്നാലും വന്നില്ലെങ്കിലും, ഞാൻ മരിക്കുന്നവരെ വന്നാലും വന്നില്ലെങ്കിലും, എൻ്റെ ജോലിയാണ്, ഇന്നത്തെ ജോലിയാണ്. നാളെ അവൻ വരുമ്പോൾ, അവന്റെ മുമ്പിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ പ്രാപ്തനായിട്ട് നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കുന്നു എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയോട് നമ്മൾ കാണിക്കേണ്ട ആ കൂറ് നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കും. സോ അങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത്, ജോലിയിൽ കൂടെ ഒരുങ്ങിയിരിക്കുന്നത്. 3ാമത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, കർത്താവ് വരുമ്പോൾ അവന്റെ വിശുദ്ധന്മാരെ എടുത്ത് മധ്യാകാശത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ ഒരു വിരുന്നാണ് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ പറയും, കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ഞങ്ങൾ സഭ മണവാട്ടിയാണ് എന്നല്ല, നമ്മളെപ്പോഴും പറയും. ഒരിക്കൽ ഒരു ICPF മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ചരൽക്കുന്നിൽ കഴിഞ്ഞപ്പോൾ, ചില ഗേൾ സ്റ്റുഡൻസ് മാത്രം പതിക്കെ ഒരു 3-4 പേര് എൻ്റെ അടുത്ത് വളരെ സ്ലോ ആയിട്ട് ക്വസ്റ്റ്യൻ, ഒരു ചെറിയ സംശയം ഉണ്ട് എന്ന് ചോദിക്കാൻ വന്നു. അവരെന്നോട് ചോദിച്ചു, പതുക്കെ നാണി എല്ലാം ചോദിച്ചു, യേശു എന്താ കല്യാണം കഴിക്കാത്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പ്രശ്നം എന്നാ, കല്യാണം കഴിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ കണ്ണുകളിൽ പോയി, കല്യാണം കഴിക്കാനായിട്ട് വരുമോ? അങ്ങനെ ഒരു വേദപുസ്തകം ആണെങ്കിൽ വായിച്ചു നോക്ക്, വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. യേശു കല്യാണം, ഒരു കുഞ്ഞാടി കല്യാണമുണ്ട്, കല്യാണം കഴിക്കാനാ, മടങ്ങി വരുന്നതിന്റെ മറ്റൊരു കാര്യം കല്യാണം കഴിക്കാനാണ്. അത് കേട്ട് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു സഭ മണവാട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മളിതെല്ലാം പറഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മണവാട്ടി എന്ന് പറഞ്ഞാൽ, കല്യാണ ദിവസം ഒരു മണവാട്ടി എന്ന് പറഞ്ഞാൽ അവൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കും? ഏതെങ്കിലും മൂലയിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുവോ? പഴയ കഥ പഠിച്ചുകൊണ്ടിരിക്കുവോ? ഏതെങ്കിലും നോവൽ വായിച്ചുകൊണ്ടിരിക്കുവോ? വീട്ടിൽ ആരെങ്കിലും ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുവോ? അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ഷീ വിൽ ഗെറ്റ് റെഡി ടു മീറ്റ് ഹർ ബ്രൈഡ്. മണവാട്ടി എവിടെയെന്ന് ചോദിച്ചാൽ മിക്കവാറും കിട്ടുന്നത് എവിടെ? ബ്യൂട്ടി പാർലറിലാണ്. കാലത്തെ നമ്മളെല്ലാം വെളുപ്പിനെ എഴുന്നേക്കുന്നു, മണവാട്ടി എവിടെ? ബ്യൂട്ടി പാർലർ ഒരുങ്ങാനായിട്ട് പോയി. മണവാട്ടി എവിടെ? അവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്, തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാരും പറയത്തില്ല, അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ പ്രാപ്തനാകുവാൻ എന്ന് പറഞ്ഞാൽ, ഒരു മണവാട്ടി, ഇവൻ വരുന്നു, മണവാളൻ വരുന്നു, അവൻ എന്നെ കാണുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം ഒരു സാധാരണ നോർമൽ ആണെങ്കിലും
കർത്താവ് വരുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? മണവാട്ടിയെ കുറിച്ച് നമ്മൾ അറിയാം. ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, ഹിസ് ബ്രൈഡ് ഹാസ് മെയ്ഡ് ഹെർസെൽഫ് റെഡി. അവൾ തന്നെ ഒരുക്കി. എങ്ങനെയാണ്? ശുഭവസ്ത്രവും സുപ്രത വസ്ത്രവും, ഫൈൻ ലിനൻ, ബ്രൈറ്റ് ആൻഡ് ക്ലീൻ. അതുകൊണ്ട് അവൾ താൻ അവൾ ഒരുങ്ങി നിൽക്കുക. ഷി ഹാസ് ബീൻ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന്റെ വരവിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ 8-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, ഫൈൻ ലിനൻ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ വാസ് ഗിവൻ ടു ഹർ. ആ പ്രധാനപ്പെട്ട ആ വസ്ത്രം ധരിക്കുവാനായിട്ടാണ് ആ മണവാട്ടി ഒരുങ്ങിയിരിക്കുന്നതാണെങ്കിൽ, ആ പ്രധാനപ്പെട്ട വസ്ത്രത്തെ കുറിച്ച് പറയുന്ന ആ വസ്ത്രം ഏതാന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ദ ഫൈൻ ലിനൻ സ്റ്റാൻഡ്സ് ഫോർ ദ റൈച്വസ് ആക്ട്സ് ഓഫ് ദ സെയിന്റ്സ്. ആ നീതിമാന്മാരുടെ നീതി പ്രവർത്തനങ്ങളാണ് ആ വെള്ള വസ്ത്രം എന്ന് കാണിക്കും. അപ്പോ ഓരോ മണവാട്ടിയും തനിക്ക് തന്നെ ഒരു വസ്ത്രം ഉണ്ടാക്കിക്കൊള്ളണം. അത് നീതി പ്രവർത്തികളിൽ കൂടെ ഉണ്ടാക്കിക്കൊള്ളണം. വിശുദ്ധിയുള്ള ആ ജീവിതം ജീവിക്കുന്നതാണ് ഒരു മണവാളനെ എതിരേക്കുവാനുള്ള ഒരു മണവാട്ടിയുടെ ഏക ലക്ഷ്യം. കർത്താവെ വരണമേ എന്ന് പറയുമ്പോൾ അവന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ട മാത്രം പോരാ. കർത്താവ് ഒരു കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു ഉപമ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും ഉണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ഈ വലിയ ഒരു വിരുന്ന് ഒരുക്കിയ ദ ബാങ്ക്വറ്റ്, ദ ഗ്രേറ്റ് ബാങ്ക്വറ്റ്, ഒരു വലിയ ഒരു ലാൻഡ് ലോർഡ് തന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി ഒരു വലിയ സദ്യ ഒരുക്കി. എല്ലാരെയും വിളിച്ചു. അവസാന സമയത്ത് ആരും വന്നില്ല. ഈ ആൾക്ക് വലിയ ദേഷ്യമായി. തന്റെ ജോലിക്കാരോട് പറഞ്ഞ് റോട്ടിൽ പോകുന്ന എല്ലാവരെയും വിളിച്ചോണ്ട് വന്ന് എന്റെ ബാങ്കറ്റ് ഹാൾ നിറയ്ക്കണം എന്ന് പറഞ്ഞ് ബാങ്കറ്റ് ഹാള് കൊണ്ടുവന്ന് നിറച്ച് റോട്ടിൽ പോകുന്നവരെല്ലാം കൊണ്ടുവന്ന് നിറച്ച്. അതോടുകൂടെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം തീരുന്നു. പക്ഷെ അതേ കഥ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ കല്യാണ ഹാള് മൊത്തം, ബാങ്ക്വറ്റ് ഹാള് മൊത്തം റോട്ടിൽ പോകുന്നവരുടെ വിളിച്ചു വന്നതുകൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ആ വീട്ടയജമാൻ വരുന്നു. ആൾക്കാരെ നോക്കുമ്പോൾ ഒരുത്തനെ പൊക്കുന്നു. പതുക്കെ വന്ന് ചോദിക്കുന്നു, ഫ്രണ്ട്, സ്നേഹിതനെ, നീ എങ്ങനെ ഇവിടെ എത്തി? സപ്പോസ് നല്ല ഒന്ന് ഓർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സ്നേഹിതനെ വിളിക്കുന്നത്, അതിനുശേഷം തന്റെ ജോലിക്കാരെ വിളിച്ച് ഇവനെ കൊണ്ട് കയ്യും കാലും കെട്ടി പല്ലുകടിയും ഇരുട്ടുമുള്ള സ്ഥലത്ത് നിന്ന് നരകത്തിലേക്ക് ഇടുന്നത് പോലെ ഭയങ്കര ശിക്ഷ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തോന്നിപ്പോകും ഇതെന്താ പ്രശ്നം. ജസ്റ്റ് ഓർത്തോളാം, ഞാനാണ് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനാണ് അതുപോലെ ഇരിക്കുന്നതാണെങ്കിൽ ഈ വീട്ടയജമാൻ വന്ന് ചോദിക്കുക, സ്നേഹിതനെ എന്നാ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? ഞാൻ പറയും, സാറേ, ഞാൻ വെറുതെ റോട്ടിൽ പോയിക്കൊണ്ടിരുന്നവനാണ്. നിങ്ങളുടെ ജോലിക്കാരാ പറഞ്ഞ് ഇവിടെ വാ, നല്ല ചാപ്പാട് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും, ഒന്നും ചെയ്യണ്ട, ഞാൻ വന്ന് ഇരുന്നു. ഇപ്പൊ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ ചെയ്യണ എന്ന് ഞാൻ ചോദിച്ചേനെ, നിശ്ചയം ചോദിച്ചേനെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇയാള് യജമാനൻ ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നാ പറയുന്നു എന്ന് നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ ആ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ഹി സ്റ്റുഡ് സ്പീച്ച്ലെസ്. അവൻ ഒന്നും സംസാരിക്കുവാൻ കഴിയാതെ അവിടെ. അത് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം, അത് എഴുതിയിരുന്നില്ലെങ്കിൽ ആ ഉപമ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ വിചാരിക്കും ഇവനൊരു ക്രൂര ഒരു യജമാനാണ്, റോട്ടിൽ പോകുന്നവരെ വിളിച്ചിട്ട് ചാപ്പാട് കൊടുക്കാതെ പുറത്തയച്ച് അവനെ ശിക്ഷിക്കുകയും ചെയ്തു, അവൻ പാവം, അവനോട് വസ്ത്രം കിട്ടും, അവൻ റോട്ടിൽ പോയവനല്ലയോ എന്നെല്ലാം നമ്മൾ പറയും. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട്, ഹി സ്റ്റുഡ് സ്പീച്ച്ലെസ്. അവന് ധാരാളമായിട്ട് ചോദിക്കാമായിരുന്നു. പക്ഷെ അവൻ ചോദിക്കാത്തതിന്റെ കാരണം അവൻ അറിയാം, അവന്റെ ചുറ്റുപാടുള്ളവരെ അവൻ കണ്ടു. ഇതിനകത്ത് പ്രവേശിക്കുമ്പോൾ അവിടെ കല്യാണ വസ്ത്രം തരുന്ന ഒരു സ്ഥലമുണ്ട്. അതും വാങ്ങി അതും ധരിച്ചുകൊണ്ട് തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കാവുള്ളൂ എന്ന് ചുറ്റുപാടുള്ളവരും അവർ ചെയ്യുന്നതെല്ലാം ഇവൻ കണ്ടിട്ടുണ്ട്. ഏത് കാരണം കൊണ്ടോ എന്നെ വിളിച്ചു, ഞാൻ തന്നെ പോവും എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് വന്നിരുന്ന ആ മനുഷ്യനെ പോലെയാണ് പല വിശ്വാസികൾ ഇന്നുണ്ട്. കൈപൊക്കി കർത്താവിനെ സ്വീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപമ പറഞ്ഞിട്ടുള്ളത്.
ഇവരെ വിളിച്ചത് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്, നിങ്ങളും ഇതിനകത്ത് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നതാണ് സുവിശേഷം. അത് അവിശ്വാസികൾക്കുള്ളതാണ്. പക്ഷെ ഉള്ളിൽ വന്നതിന് ശേഷം മനസ്സിലാക്കണം, നീ പുറത്തിരിക്കുമ്പോൾ അഴുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ നീ നല്ല വസ്ത്രം ധരിച്ചോടാനായിട്ട് മാറണം. നിന്നെ കൊണ്ട് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അതും ധരിച്ച് വിശുദ്ധനായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ, വേദപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, പരിശുദ്ധമില്ലാതെ ഒരുത്തനും ദൈവത്തെ ദർശിക്കുക. ഹോളിനെസ് വിതൗട്ട് വിച്ച് നോ മാൻ ഷാൽ സീ ഗാഡ്. സ്വർഗത്തിൽ പോയി ദൈവത്തെ കാണാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാൽവേഷൻ alone is not enough. Holiness is needed. എനിക്ക് എങ്ങനെ ഹോലി ആകാൻ പറ്റും, എന്റെ സ്വഭാവം അറിയത്തില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം പഴയ സ്വഭാവം. നീ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ സകലവും മാറണം. നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ ആരെ കൊണ്ടോ നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മെയിൻ ഫങ്ഷൻ, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ റീസൺ ടു മേക്ക് യു ഹോളി. കാരണം വിതൗട്ട് ഹോളിനെസ് യു കനോട്ട് സീ ഗോഡ്. അപ്പൊ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കണമെങ്കിൽ ഇത്രയും കാര്യം വേണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. നമ്മൾ അവിടെ എത്തണമെങ്കിൽ, നമ്മുടെ രക്ഷ പരിപൂർണപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ ഒരു മണവാട്ടിയായിട്ട് പോകണമെങ്കിൽ വിശുദ്ധ വസ്ത്രത്തോടു കൂടെ പോകുവാൻ, വിശുദ്ധിയെ കാംക്ഷികൊണ്ട് ജീവിക്കുവാൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹോളിനെസ്സിനെ കുറിച്ച് നമ്മുടെ സഭകൾ പഠിപ്പിക്കാൻ, രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒരു ദിവസം പോയി രക്ഷപ്പെടാം എന്ന് പിള്ളേരെ പറഞ്ഞ് അയച്ച് കൈപൊക്കട അവിടെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വി മേക്ക് ഇറ്റ് സോ സിമ്പിൾ. ലെറ്റ് ഹോളിനെസ് ബി പ്രീച്ച്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ലെറ്റ് ഇറ്റ് ബി ബ്രോട്ട് ടു ദ സ്റ്റേജ് അഗെയിൻ. ലോകം എങ്ങനെ പോയാലും ദൈവത്തിന്റെ ആ കൽപ്പനയ്ക്ക് ഒരു മാറ്റവുമില്ല. വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണാൻ സാധിക്കും. ഉള്ളിൽ വന്നെന്നിരിക്കും, രക്ഷിക്കപ്പെട്ടു എന്ന് നീ വിചാരിച്ചെന്നിരിക്കും, പലരും പറഞ്ഞെന്നിരിക്കും. പക്ഷേ ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധിയോട് മാത്രമേ സാധിക്കൂ. നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. നമ്മുടെ പഴയ ഗുണമല്ല. നമ്മൾ ദൈവത്തിൽ വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് എല്ലാം ഒഴിഞ്ഞുപോയി, പഴയ വസ്ത്രം എല്ലാം ഒഴിഞ്ഞുപോയി, പഴയ സ്വഭാവം എല്ലാം ഒഴിഞ്ഞുപോയി. കാരണം അവൻ ക്രിസ്തുവിലായതുകൊണ്ട്. പരിശുദ്ധാത്മാവാൽ നമ്മെ അഭിഷേകിക്കുന്ന ക്രിസ്തു എന്നാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി വിശുദ്ധിയോട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യനാണ്. പിന്നെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ, സം ടോട്ടൽ. കാരണം ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും ഒരു സാക്ഷ്യം പറയാന്ന് പറയുമ്പോൾ ചിലരെല്ലാം മണിക്കൂറുകൾ പറയും. ഒരു ജീവിതം മൊത്തം സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി എ ബിഗ് തിങ്. പക്ഷേ യേശു കർത്താവ് തന്റെ മരണം വന്നപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് ഞാൻ ഇതിലൂടെ തീർക്കുകയാണ്, വന്ന് യേശു തന്റെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മൈ ഹവർ ഹാസ് കം, എന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ സമയത്ത് തന്റെ പിതാവിനോട് നോക്കി പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നീ എന്നെ ലോകത്തിൽ അയച്ചു, ഞാൻ ഇത്രയും പേരെ സുഖപ്പെടുത്തി, ഇത്രയും പേർക്ക് നല്ല വാക്യം പറഞ്ഞു, ഇത്രയും പേർക്ക് ആഹാരം കൊടുത്തു, ഇത്രയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നൊന്നും ലിസ്റ്റ് പറഞ്ഞില്ല. യേശു പറഞ്ഞു, പിതാവേ എന്റെ നാഴിക വന്നു, നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്തു. 17:4 എന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ ദിസ് ഇയർ. ഈ ലോകത്തിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. സം ടോട്ടൽ. നമ്മുടെ ജീവിതം സം ടോട്ടൽ എന്ന് പറയുന്നത്, നമ്മൾ എന്നാ ചെയ്താലും അതിന്റെ സം ടോട്ടൽ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ച യേശു സിമ്പിൾ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ, ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ആണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സം ടോട്ടൽ. കാരണം ദൈവത്തെ സംബന്ധിച്ചോളം ദൈവം നമുക്ക് എല്ലാം വിട്ടുകൊടുത്തു. അവൻ തന്റെ ഏകജാതനായ പുത്രനെ വിട്ടുകൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വേറെ ആര് കൊടുക്കും? ദൈവം പാപികളായ നമുക്ക് അവന്റെ പുത്രനെ വിട്ടുകൊടുത്തു, ഇതിനേക്കാളെല്ലാം. പക്ഷെ ആ ദൈവം പറഞ്ഞു, ഒരു കാര്യം ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ മഹത്വം. ജഹോവ, ദാറ്റ് ഈസ് മൈ നെയിം, ഐ വിൽ നോട്ട് ഗിവ് മൈ ഗ്ലോറി ടു എനിവൺ.
എന്റെ മഹത്വം. അപ്പൊ ദൈവത്തിനെ സംബന്ധിച്ചോളം തന്റെ കാര്യം താൻ ആഗ്രഹിക്കും, തന്റെ മഹത്വം. ആ മഹത്വത്തെ നമ്മള് ആ ദൈവത്തെ, ഇത്രയും മഹത്വമുള്ള ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞാൽ അവൻ വിട്ടുകൊടുക്കാതെ ആ മഹത്വത്തെ നമുക്ക് എങ്ങനെയാ മഹത്വപ്പെടുത്താൻ സാധിക്കും? നമ്മൾ ഒരു 1000 സ്തോത്രം പറയുന്നത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം സ്വല്പം കൂടെ കൂടുമെന്ന് നമ്മൾ വിശ്വസിക്കും. ഇല്ലെങ്കിൽ പറയാതെ വിട്ടു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് പറയും. ഇല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു അർത്ഥമേ ഉള്ളൂ. ദൈവനാമം മഹത്വപ്പെടുവാൻ അല്ലെങ്കിൽ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ഒരു ചാൻസേ ഉള്ളൂ. ദൈവത്തിന് എന്നാ ചെയ്താൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ചോദിച്ചാൽ, ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഒരു ഉദ്ദേശം ഒരുത്തനും നശിച്ചു പോകാതെ. അതിനുവേണ്ടി ദൈവം ചെയ്തത് തന്റെ ഏകജാതനായ പുത്രനെ വിട്ടു. അപ്പൊ ലോകത്തിൽ ഒരുത്തനും നശിച്ചു പോകാതെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം എതിൽ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എത്രയും പേര് ദൈവത്തെ സ്തുതിക്കുന്നു, അതാണ് ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ടാണ് വെളിപ്പാട് സുവിശേഷത്തിൽ വായിക്കുന്നത്, നമ്മൾ ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ സകല ജാതികളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും. അപ്പൊ ഇത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. ഒരു റോമാലേഖനം 15-ാം അധ്യായം 8-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നമ്മിൽ കൂടെ, നമ്മുടെ പൂർവിക പിതാക്കളിൽ കൂടെ ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറണമെങ്കിൽ, എന്നാ വാഗ്ദത്തം? ആബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ത്രൂ യുവർ നെയിം all the families in the earth will be blessed. നിൻ മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പുറജാതികളും സുവിശേഷം കേൾക്കുന്നതാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ എന്നാ ചെയ്താലും എന്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു വീട് വാങ്ങിയാൽ എന്റെ ദൈവം മഹത്വപ്പെടുത്തില്ല. ഞാൻ ഒരു വലിയ പുതിയ കാർ വാങ്ങിയാൽ എന്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് വലിയ ശമ്പളം കിട്ടിയാൽ ഇല്ല. ഞാൻ ഈ വേദ പാണ്ഡിത്യനായിരുന്ന് ഒരു PhD എടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ സ്ക്രിപ്ചറിൽ ഒരു PhD എടുത്ത് ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പോയി ഒരു PhD ഫുൾ തിയോളജിക്കൽ സെമിനാറിൽ പോയി എടുത്താലോ അതുകൊണ്ട് ഒന്നും ദൈവനാമം മഹത്വപ്പെടാൻ പോകും. ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. 100 പേര് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന മഹത്വം 10,000 പേര് ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹത്വം നമ്മൾ നോക്കണം. അതാണ് ദൈവത്തിന് മഹത്വം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ ചിലരെ കൂടെയെങ്കിലും, യേശുവിനെ അറിയാതെ ചിലരെയെങ്കിലും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മൾ അവരോട് ഇടപെടുന്നത് മുഖാന്തരം, നമ്മുടെ വാക്ക് പ്രവർത്തികൾ അത് മുഖാന്തരം ചിലരെ കൂടെ ദൈവസന്നിധാനത്തിലേക്ക് കൂട്ടി വരുത്തി ആ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് ദൈവത്തെ പുതിയതായിട്ട് ചില ആത്മാക്കൾ ആരാധിക്കുമ്പോൾ നമുക്കും പറയാം, കർത്താവേ, യേശു എല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാവരെയും അന്ന് താൻ വന്ന ആ 3.5 വർഷത്തില് കർത്താവ് എല്ലാവരോടും ഒന്നും സുവിശേഷം പറഞ്ഞില്ല, തന്നെ ഏൽപ്പിച്ചത്. അതുപോലെ എൻ്റെ കാലത്ത് ഒരു ആത്മാവ്, ദൈവത്തിനെ സംബന്ധിച്ചുള്ള ഒരു ആത്മാവ് ലോകത്തേക്കാൾ ഒരു ആത്മാവിനെ എൻ്റെ പ്രയത്ന മുഖാന്തരം ഞാൻ ദൈവത്തിലേക്ക് നേടി അവൻ ഇന്ന് ദൈവത്തെ ആരാധിക്കും. മുമ്പ് ദൈവത്തെ അറിയാത്തവനായിരുന്നു, ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയിപ്പിക്കുവാൻ കഴിയുമോ? അതാണ് മിഷൻസ്. ദാറ്റ് ഇസ് കോൾഡ് മിഷൻസ്, ബ്രിങ്ങിങ് പീപ്പിൾ. മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നതല്ല, അത് അവിടെ തീരുന്നതല്ല. ജനങ്ങൾ രക്ഷിക്കപ്പെടണം, അതാണ് മിഷൻസ്. പക്ഷേ അതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ദൈവനാമം മഹത്വം. വി ഗ്ലോറിഫൈ ഗോഡ്. ആ ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ മുമ്പിൽ യോഗ്യനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കർത്താവേ, എന്നേക്കും നിന്നെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചു. ഐ ഓൾസോ ഗ്ലോറിഫൈഡ് യുവർ നെയിം ഇൻ ദി എർത്ത്. യേശു കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, കർത്താവേ, ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു, സോ യു ഓൾസോ ഗ്ലോറിഫൈ മീ. യു ഓൾസോ ഗ്ലോറിഫൈ യുവർ സൺ. എത്ര ഡിമാൻഡാണ് യേശു പറയുന്നത്. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണം. അവൻ തന്നെത്താൻ താഴ്ത്തി വെറുമയാക്കി ദാസനായി മനുഷ്യനെ പോലെ രൂപമെടുത്ത് ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം, സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുവാൻ അവനെ തന്റെ വലതു ഭാഗത്ത് ഇരുത്തി, ഇന്ന് സ്വർഗത്തിൽ അവനെ തന്റെ കൂടെ ഇരുത്തിയിരിക്കുന്ന ആ ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തിയോ? മഹത്വപ്പെടുത്തി. നമുക്കുള്ള പ്രത്യാശ അതാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ God is bound to glorify us. നമ്മൾ അവനോട് കൂടെ ഇരിക്കുക.
അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കർത്താവെ എൻ്റെ ജീവിത മുഖാന്തരം ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി പറയുമെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, ആ യേശുവിനെ മഹത്വപ്പെടുത്തിയത് ആ പിതാവ് നമ്മളെ മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ലോകത്തില് ഇപ്പോഴുള്ള നൊടി നേരം മാത്രമേ ഉള്ള ഈ പ്രയാസങ്ങളല്ല, വരുവാനുള്ള നിത്യഗണ മഹിമയെ ഓർക്കുമ്പോൾ ഞങ്ങളെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എവറി സോൾ ആഡഡ് ഈസ് ആഡിങ് ഗ്ലോറി ടു ദ ലോർഡ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ ലോകത്തിൽ വേറെ ഒരു വിധത്തിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കില്ല. കൂടുതൽ ആത്മാക്കളെ അവനെ അറിയുന്നവരാക്കി തീർക്കും. അതാണ് മിഷന്റെ ഫൈനൽ എയിം. സോ മിഷൻസ് ആസ് എ ടു ഫോൾഡ്, വൺ സാൽവേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നും കൂടെ നമ്മളെ ചിന്തിക്കാം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിൽ അവസാനം പറയും, ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തനാകുവാൻ തന്നെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് പ്രാർത്ഥനയോട് കഴിയുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ചുറ്റുപാടുള്ള പ്രശ്നങ്ങളെല്ലാം ലോകം അഴിയുമോ, നാശമാകുമോ, ഞാൻ മരിക്കുമോ എന്നുള്ളതല്ല. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വരണം. അതും ഇതും കോയിൻസൈഡ് ആകും. അത് രണ്ടും വരാം. ആ സമയത്ത് ഞാൻ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ ഒരുക്കുന്നുണ്ടോ ഉള്ള ചിന്തയോടുകൂടെ ഈ ദിവസങ്ങളെ കഴിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു. സജഷൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവ്. ലോകത്തിന് കർത്താവെ എന്നെ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ലോകത്തോടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകം അവസാനവും അതിന്റെ കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദ ബട്ടൺ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. കൊറോണ വൈറസ് കൊണ്ടോ, ആറ്റം ബോംബ് കൊണ്ടോ, ചൈനക്കാരനെ കൊണ്ടോ, അമേരിക്കയെ കൊണ്ടോ ഒരിക്കലും ലോകത്തെ അഴിക്കാനല്ല. നീ എന്ന് മുത്തര പൊട്ടിക്കുന്നോ, എന്ന് കാഹളം ഊതുന്നോ, എന്ന് ദൈവ കോപകലശങ്ങൾ ഊറ്റപ്പെടുന്നോ, അന്ന് ലോകത്തിന്റെ അവസാനം വരും. അതോടുകൂടെ നീ ലോകത്തിൽ പ്രത്യക്ഷനാകും. ഈ ചിന്ത ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിനായിട്ട് കർത്താവേ സ്തോത്രം. ഞങ്ങൾ നന്ദിയോട് തന്നെ സ്തുതിക്കും. അതുകൊണ്ട് ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, വേദനിപ്പിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് കൂടെ നിൽക്കുവാൻ പ്രത്യാശയോടുകൂടെ നീ പ്രത്യക്ഷനാകുമ്പോൾ നിന്റെ മുമ്പിൽ യോഗ്യനായിട്ട് നിൽക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഉള്ള സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഒരു ഉപരിയുപ്പളവുമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനല്ല, എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ, ഞാനിവിടെ ഒരു നല്ല ജോലി ചെയ്താൽ എൻ്റെ എംപ്ലോയി എനിക്ക് കുറച്ചും കൂടി ജോലി കൂട്ടിക്കൊടുക്കും, പക്ഷെ ശമ്പളം കൂട്ടിക്കൊടുക്കും. അതുകൊണ്ട് എന്നാ ഉണ്ട് കർത്താവെ. എന്നാൽ നീ എന്നെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞാൽ അത് നിത്യതയ്ക്കേ ഉള്ള മഹത്വമാണ്. നിന്നോടുകൂടെ വസിക്കുന്ന ഭാഗ്യമാണ്. കണ്ണുനീരില്ലാതെ കർത്താവെ, വേദനയില്ലാതെ ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനത്തിൽ വാഴുന്ന ഒരു മഹത്വമാണ്. അത് ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കർത്താവെ, ഇന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് മുഖാന്തരം അത് ചെയ്യാനുള്ള ഒരേ വഴിയായ ആത്മാക്കളെ നിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും വിശുദ്ധിയോട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ. Thank you. Thank you, Dr. Uncle, for the wonderful message that you've been speaking to us. And as we know that it's been great to hear from man of God. ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രഹിക്കാനൊക്കെ പറ്റി. കാരണം because it's time that we have to analyze and work for our salvation. Sometimes നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഓർപ്പിച്ചു തരുവാണ്. That's actually, we are in the world where we see this crisis, where we are seeing this chaos. We are actually, നമുക്ക് ഒത്തിരി നമ്മളെല്ലാവരും കൺഫ്യൂഷനിലേക്കാണ്. ബട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് what God has called us upon is that to run the race and
ആ നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ without losing the salvation, eternity വേണ്ടി ഓടുവാൻ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And one call is that when God calls, He calls the holy people. The holiness is something that we have to work on it. So let's pray for that. Thank you, Dr. Uncle, for taking up this word of God. And behalf of Church of God, Church and the YP department, we convey our thankfulness to you. God bless. And now we have a wonderful song. Let's have a song from Anin Uncle. Hand it over to you. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ചില മണിക്കൂറുകൾ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തോളം നമ്മളെ സഹായിച്ചു. തുടർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പ്രത്യാശ ഗാനം ചേർന്ന് പാടാം. എൻ ഭവനം മനോഹരം. നമുക്ക് ചേർന്ന് പാടാം. മനോഹരം
Praise the Lord. Hallelujah. Amen. Praise the Lord. എത്രത്തോളം ദൈവം നമുക്ക് ആയിരിക്കാൻ ദൈവം സാധിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും തലങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ജോസ് ഞങ്ങളെ ക്ഷണിച്ചു കൊള്ളുന്നു. സ്തോത്രം 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 മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. അങ്ങോട്ട് തിരുപാതപീഠത്തിൽ ഇരുപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങളുടെ പ്രത്യാശ പുതുക്കുന്ന വചനങ്ങൾ കേൾപ്പാൻ കർത്താവേ അവിടുന്ന് സഹായിച്ചല്ലോ. ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെടാതെ നിത്യയിൽ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ആയിരിക്കാൻ തക്കണം കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് നിന്റെ ദാസനും നിന്റെ വചനത്തിൽ നിന്ന് ആഴമേറിയ സത്യങ്ങളെ പറയുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരെയെങ്കിലും ഒരുങ്ങിയിരിപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് വൈപ്പിയായി കൂടുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാവരും നീ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടെ എല്ലാവരെയും കാത്തുള്ള കർത്താവെ ഞങ്ങളുടെ തലമുറകളൊക്കെയും ദൈവനാമോത്വത്തിനായി തീരുവാൻ ദൈവരായത്ത് മുതൽക്കൂട്ടായി തീരുവാൻ തക്കണം കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിക്കാലം എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും പുതിയ വളപ്പിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലല് ഓരോ ദിവസവും നീ ഞങ്ങളെ പരിപാലിക്കുന്നു. അവിടുത്തെ വലിയ വിശ്വസികൾക്കാട് സ്തോത്രം കർത്താവ്. ഹാലല് പാരമേറിയ ദിവസങ്ങളില് കർത്താവ് പ്രയാസമേറിയ ദിവസങ്ങളിൽ എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നീ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന ഭവനങ്ങളെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, ആലയിലെ ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികളും എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷവും തട്ടുവാൻ നീ സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു നന്മയ്ക്ക് കുറവ് വരുവാൻ നീ സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ ജനം മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആലില് നീ എത്ര നല്ലവൻ, നീ എത്ര മതിയായ ഞങ്ങളുടെ ജീവിതത്തെ രുചിച്ചറിവാൻ തക്കണം അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും നെടുവറുപ്പും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമെങ്കിലും ധൈര്യപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും ജയകരമായ ക്രിസ്ത്യൻ നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹാലലുയ വൈപ്പിയുടെ എല്ലാ ടീമുകളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം നിന്റെ സന്നിധിയിൽ ഇരുന്ന് എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീ അനുഗ്രഹിക്കണേ, കൃപയ്ക്കുള്ളിൽ പൊതിയണമേ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കാണുവാൻ കർത്താവ് സഹായിച്ചു. നിന്റെ ദാസനെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവച്ച യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശു കർത്താവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരോടും ഇന്ന് മുതൽ എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു മൂലം നമ്മുടെ ഇന്നത്തെ വൈപ്പ് ഏറ്റവും അനുഗ്രഹമാക്കി തരുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിഥിയായി വന്ന കർത്താവിന്റെ ദാസനോട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സഭയായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. Thank you so much. Praise the Lord. Praise the Lord. Thank you, Dr. Uncle, for joining us. Okay. It's been a pleasure to see you after a long time. Yeah, so really a joy for me to see all of you once again. Okay. Yeah. Great. Okay. God bless you. Thank you. Can I leave? Yes, it's fine. It's fine. Yeah. Thank you all. God bless. Shaija, you have any word to say, please? എല്ലാരും പോയോ? താങ്ക് യു. ഇനി ഇതുപോലത്തുള്ള മീറ്റിംഗ്സ് പുറകാലെ വരുന്നതായിരിക്കും. Praise the Lord. God bless you. Praise the Lord. Thank you. Praise the Lord. God bless. Good night. Good night. Praise the Lord. Good night. Good night. Bye.